Good afternoon. Good afternoon, ma'am. Good afternoon, miss. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ആരാണ് പ്രേയർ പാടുന്നത്? ഞാൻ പാടാം. ആ. Dear God, please show me how to spend this day, sharing your love in every way. Help me to be kind to everyone, to play and laugh and have lots of fun. Shining your light and giving your grace, sharing your joy with a smile on my face. Thank you, ma'am. Okay. കുറച്ച് പേര് കൂടി വരട്ടെ കേട്ടോ. എല്ലാരും ഭക്ഷണം കഴിച്ചോ? കഴിച്ചു, മിസ്. എന്താണ് സ്പെഷ്യൽ എല്ലാവർക്കും? എനിക്കിന്ന് സാമ്പാറും അവിയലും നോലുമ്പാണ് വീട്ടില്, അതുകൊണ്ട് പിന്നെ പപ്പടും. മിസ് കഴിച്ചോ? ആ, ഫുഡ് കഴിച്ചു. മിസ്സിന് എന്തായിരുന്നു സ്പെഷ്യല്? സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ. മിസ് രാവിലെ മുതൽ ക്ലാസ് തുടങ്ങുക അവിടെ? ആ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യും രാവിലെ. മാം, അപ്പൊ എന്താ ഈ ഓഫ്ലൈൻ ക്ലാസ് വെക്കാത്തെ? ഇത് ഓഫ്ലൈൻ മാം, ക്ലാസ്. ഇത് പേജ് നമ്പർ എത്രയാണ്? എന്താണ്? പേജ് നമ്പർ എനിക്ക് ഇന്നലെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയതാണ്. ഒന്നും ക്ലിയർ അല്ല കേട്ടോ ശരണ്യ ചോദിക്കുന്നത്. പേജ് നമ്പർ ചോദിക്കും മിസ്സേ. 38 അല്ലേ? എനിക്ക് ഇന്നലെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയതാണ്. 38 ആണോ? ആ, 38 ആണ്. ഇത് മൊഡ്യൂള് ഇത് പാർട്ട് 2 ഭാഗമാണ്. ഇയാള് ക്ലാസ്സിൽ കയറിയിട്ടില്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും? ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാന്ന് അറിയില്ല. അത് ഇന്നലെ കിട്ടിയതാണ് ടെക്സ്റ്റ് ബുക്ക്. മൊഡ്യൂൾ 1 ആണ് കേട്ടോ. ഓക്കെ ഓക്കെ.
ഓക്കെ, നമ്മള് സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റിനെ കുറിച്ച് പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ? പറഞ്ഞിരുന്നു. അത് പറഞ്ഞു. കംപ്ലീറ്റ്. ദെൻ നെക്സ്റ്റ് നോക്കുന്നത് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് എങ്ങനെയാണ്. ഇന്റലക്ച്വൽ എൻവിറോൺമെന്റ്, വൈജ്ഞാനിക പരിസ്ഥിതി. കുഞ്ഞിന്റെ വൈജ്ഞാനിക പരിസ്ഥിതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? ഓക്കെ, ഫസ്റ്റ് വരുന്നത് opportunity to explore and experiment. Opportunity to explore and experiment. എന്താണ് opportunity to explore എന്ന് പറഞ്ഞാല്? എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെരിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷണം നടത്താനും പര്യവേക്ഷണം നടത്താൻ. ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ്, അതായത് പര്യവേക്ഷണം ചെയ്യാനും പരീക്ഷണം ചെയ്യാനുമുള്ള ഒരു അവസരം ഒരുക്കുക കുട്ടികളിലെ. ഏത് രീതിയിലുള്ള എക്സ്പെരിമെന്റും എക്സ്പ്ലോറേഷനും ആയിരിക്കും കുട്ടികൾക്ക് നൽകാൻ കഴിയുന്നത്? ഇന്റലക്ച്വലി ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ മാം? വൈജ്ഞാനിക പരിസ്ഥിതി, അവരുടെ ബുദ്ധിപരമായിട്ടുള്ള വികാസത്തിന് വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്നെ കാണുന്നില്ലേ? റേഞ്ച് ഉണ്ടാവില്ലേടോ? വൈജ്ഞാനിക പരിസ്ഥിതി, ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ്. എന്താണ്? അവനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൊരു അതായത് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയതായി കണ്ടുപിടിക്കുക. എല്ലാ കാര്യങ്ങളും അവരെ എൻജോയ് ചെയ്ത്, അതായത് അവരുടെ രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് കാര്യങ്ങൾ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ അവരുടെ എൻവയോൺമെന്റ് രീതിയിൽ തന്നെ എല്ലാവരും കണ്ടെത്തി പഠിക്കാനുള്ള ഒരു അവസരം അല്ലെ? അവരെല്ലാരും പരീക്ഷിച്ച് അത് കണ്ടെത്തി അറിഞ്ഞ് ഒരു ക്യൂരിയോസിറ്റി വളർത്തിക്കൊണ്ടുവരാം അല്ലെ? അത് ഇന്റലക്ച്വലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു കുഞ്ഞിന് എന്താണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഒരു ക്യൂരിയോസിറ്റി തോന്നുന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കും ഒരു കുഞ്ഞിന്? എന്തെല്ലാം കാര്യങ്ങളിൽ ക്യൂരിയോസിറ്റി തോന്നാം കുഞ്ഞിന്? പുതിയതായിട്ട് അവർ കാണുന്നതെല്ലാം അവർക്ക് ക്യൂരിയോസിറ്റി കൂട്ടും. പുതിയതായിട്ട് കാണുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് അല്ലെ, എന്താണെങ്കിലും എന്താണ് അത് കൂടുതൽ അറിയാനായിട്ട് അവര് ശ്രമിക്കും. അത് എങ്ങനെയാണ് എന്നുള്ളത് അറിയാനുള്ളത് ഒരു ശ്രമം അവർ നടത്തും. അതായത് ഇപ്പൊ കടൽ ഫസ്റ്റ് ആദ്യമായിട്ട് ബീച്ച് കാണുന്ന ഒരു കുഞ്ഞ് അല്ലെ, അതായത് കടൽ തീരം ആദ്യമായി കാണുന്ന ഒരു കുഞ്ഞിന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കാം? എന്തായിരിക്കാം? ആദ്യമായിട്ടാണ് കടൽ കാണുന്നത്, ചുറ്റുമുള്ളവരെല്ലാം കടലിലേക്ക് ഇറങ്ങുന്നത് അവൻ കാണുന്നു. ഹാപ്പി ആയിരിക്കും. എന്തായിരിക്കാം? അവർ എക്സൈറ്റഡ് ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതെങ്ങനെയാണ് അതല്ലേ? അവർക്ക് അതിലെന്താ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അതിലേക്ക് കൂടുതൽ കടന്നു ചെന്നത് എന്താണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവും. അപ്പൊ അത് ലൈഫ് സിറ്റുവേഷനിലൂടെ കടന്നു, അത് നേരിട്ടറിഞ്ഞ റിയാലിറ്റിയിലൂടെയാണ് അവർക്ക് അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇന്റലക്ച്വലി ആയിട്ട് കുട്ടികൾ മനസ്സിലാക്കി സ്വയം ആർജിച്ചെടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതെല്ലാം. ഓക്കെ, പുതിയതായി എന്തും കണ്ടെത്തുവാനും അതിനെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ അറിയാനായിട്ടും കുട്ടികൾക്കൊരു കഴിവുണ്ട്. Then arouse inquisitiveness to ask questions. Arouse inquisitiveness to ask questions. എന്താണ്? നിങ്ങൾ എങ്ങനെയാണ് സംശയങ്ങൾ ചോദിച്ചോണ്ട് നിരന്തരം ക്വസ്റ്റ്യൻസ് അല്ലെ, ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. സംശയങ്ങളായിരിക്കുമല്ലോ. ഓക്കെ,
നിരവധി ചോദ്യങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും കാര്യമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിരവധി സംശയങ്ങളായിരിക്കും അത്തരക്കാർക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, അതായത് അവർ പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയാണ്. ഇന്റലക്ച്വലി അവരുടെ പരിസ്ഥിതി ചുറ്റുമുള്ള ആ ഒരു വൈജ്ഞാനിക പരിസ്ഥിതിയിൽ നിന്നും ആർജിച്ചെടുക്കാറുണ്ട്. പരിസ്ഥിതി ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അവര് ചോദിച്ചാണ് അറിഞ്ഞ് മനസ്സിലാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ തന്നെ പാരന്റ്സ് തന്നെ എന്താണ് കുട്ടികളിൽ നിന്ന് നിരവധി ചോദ്യങ്ങളിലെ കടന്നു പോയിട്ടുണ്ടാവാം അല്ലെ? എല്ലാത്തിനും ഉത്തരം കൊടുക്കാറുണ്ടോ നിങ്ങള്? അതെന്താണ്, ഇതെന്താണ്, അതങ്ങനെ ചെയ്താൽ എന്താ, ഇതിങ്ങനെ ചെയ്താൽ എന്താ, അങ്ങനെയൊക്കെ ചോദിക്കണ കേട്ടിട്ടില്ലേ? സംശയങ്ങളാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. യെസ്, then encouragement by giving positive feedback. Encouragement by giving positive feedback. എന്താണ്? പോസിറ്റീവ് ഫീഡ്ബാക്ക് നൽകി പ്രോത്സാഹിപ്പിക്കുക. പ്രോത്സാഹനം അല്ല, ഒരു നല്ല കാര്യം അവര് ചെയ്യുന്ന ഒരു കാര്യത്തെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ളൊരു നമ്മള് കോംപ്ലിമെന്റ്സ് കൊടുക്കും അല്ലെ? കുഞ്ഞൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ കോംപ്ലിമെന്റ് ചെയ്യുക. അത് ഇത്രത്തോളം നന്നായി, മോശമായിരിക്കാം എങ്കിലും എന്താണ് അതിനെ എൻകറേജ് ചെയ്ത് കൊടുക്കുക. ഒരു പോസിറ്റീവായിട്ട് വളരെ നന്നായി കൊണ്ടത് പറ്റും, നീ ഒരു നല്ല കുട്ടിയാണ്, അങ്ങനെ കോംപ്ലിമെന്റ്സ് അല്ലെ? ഏതെങ്കിലും ഒരു കാര്യം അവർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ, ഇനിയും അത് ചെയ്യാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ നമ്മള് ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നു അല്ലെ? നന്ദി ചെയ്തിരിക്കുന്നത് നന്നാണ്, നല്ല ചിത്രമാണ്, നന്നായി കളർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവർക്ക് കൂടുതൽ സന്തോഷം തോന്നും. പിന്നീട് ചെയ്യാനായിട്ട് അവർക്കൊരു സപ്പോർട്ടായിരിക്കും. എനിക്കെങ്കിലും മ്യൂട്ട് ചെയ്യാൻ പാടില്ലല്ലോ, മ്യൂട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ്, നിങ്ങളാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, സംസാരിക്കേണ്ടത്, അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഹാഫിസ് ശ്രദ്ധിക്കാട്ടോ, ഹാഫിസ് മ്യൂട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാവരും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. മ്യൂട്ട് ചെയ്യണം. മിസ്സിനല്ല മിസ്, വേറെ ഏതോ കുട്ടി സംസാരിക്കുന്നതും പാത്രങ്ങളുടെ എന്താണ് ബി എന്ന് വിളിക്കുന്നത്? അതായത് കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ജിജ്ഞാസ ഉണ്ടാവും അല്ലെ? അതായത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതെന്താണ് അങ്ങനെ ഇരിക്കുന്നത്, അത് ചെയ്താൽ എന്ത് പറ്റും, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ്, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടവര് എന്താണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അത് അറിയാൻ വേണ്ടിയിട്ട് അവര് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. അതാണ് പി കേട്ടോ. എൻകറേജ്മെന്റ് ബൈ ഗിവിംഗ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് ആ കുട്ടിക്ക് പിന്നീട് അത് ചെയ്യാനുള്ള ഒരു ത്വരം ഉണ്ടാകുന്നു, ആൾക്ക് കുറച്ചുകൂടി ഹാപ്പിനെസ് കിട്ടുന്നു, അത്തരത്തിൽ സപ്പോർട്ട് എൻകറേജ് ചെയ്യുമ്പോഴും. ഓക്കെ, then providing a variety of activities, namely ഇനി അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുക്കുക. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? പ്രവർത്തനങ്ങൾ. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? റീഡിങ്, സ്റ്റോറി ടെല്ലിംഗ്, ഡ്രോയിങ്, പ്ലേയിങ് മ്യൂസിക്, ഡാൻസിങ് ആൻഡ് ഡ്രാമാറ്റൈസിങ്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് വേണ്ടി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്? റീഡിങ് അല്ലെ, വായിക്കാനായിട്ടുള്ള അവസരം നൽകുക, വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ അല്ലെ, കഥകള്, കവിതകള്, പഴഞ്ചൊല്ലുകൾ, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ അടങ്ങിയ റീഡ് ചെയ്യാൻ പാകത്തിനുള്ള എന്താണ് പുസ്തകങ്ങള് അവൈലബിൾ ആക്കുക. ദെൻ സ്റ്റോറി ടെല്ലിംഗ്. എന്താണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാല്? എന്താണ് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്? സ്റ്റോറി ടെല്ലിംഗ് എന്താണ്? കഥ പറയുക അല്ലെ? അതായത് ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കഥ പറച്ചിൽ അല്ലെ? ഏതൊക്കെ കഥകൾ അതിൽ ഉൾപ്പെടുത്താം സ്റ്റോറി ടെല്ലിങ്ങില്? ഗുണപാഠ കഥകള്. ഓക്കെ,
പിന്നെ മോറൽ സ്റ്റോറീസ്, യെസ്, മോറൽ സയൻസ് പോലുള്ള സ്റ്റോറീസുകൾ അല്ലെ, ഏതെങ്കിലും ഏതെങ്കിലും മെസ്സേജ് തരുന്ന തരത്തിലുള്ള സ്റ്റോറീസുകൾ അവരെ കൊണ്ട് പറയിപ്പിക്കുക അല്ലെങ്കിൽ വായിപ്പിക്കുക. മോട്ടിവേഷൻ ചെയ്യുന്ന സ്റ്റോറീസുകൾ, ഗുഡ് സ്റ്റോറീസുകൾ, പിന്നെന്താണ് ഗോഡ് സ്റ്റോറീസ് അല്ലെ, ദൈവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോറികള്. ഓക്കെ, അപ്പൊ ഡ്രോയിങ് വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. പ്ലേയിങ് മ്യൂസിക് പാട്ട് പാടാനും അത് ആസ്വദിക്കാനുമുള്ള തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ അവർക്ക് കൊടുക്കുക. ഓക്കെ, ഡാൻസിങ് ആൻഡ് ഡ്രമാറ്റൈസിങ്. ഡ്രമാറ്റൈസിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും അതില്? ഡ്രമാറ്റൈസിംഗിൽ എന്തെല്ലാം വരുന്നു? നാടകം മാത്രമല്ല, റോൾ പ്ലേ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഓരോ റോൾസുകൾ ഒരുക്കി കൊടുക്കുക, എന്നിട്ട് അത് അഭിനയിച്ച് കാണിക്കാനുള്ള അവസരങ്ങൾ, ആക്ടിവിറ്റീസുകൾ കൊടുക്കുക. ഓരോ ക്യാരക്ടേഴ്സിന്റെ പേരുകള്, അതായത് ഇപ്പൊ എന്താണ് ഒരു ഉദാഹരണം പറഞ്ഞാല്, ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഒരു കുഞ്ഞിനെ അഭിനയിക്കാൻ ഒരു അവസരം കൊടുക്കുന്ന, ആക്ടിവിറ്റി കൊടുക്കുന്ന ഒരു രണ്ട് ക്യാരക്ടേഴ്സിന്റെ പേരൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ അറിവിലുള്ളത്. അമ്മയും കുഞ്ഞും, ടോം ആൻഡ് ജെറി, അങ്ങനെ പല വിഷയങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ക്യാരക്ടേഴ്സ് കൊടുത്താൽ അവർ നല്ല ഭംഗിയായിട്ട് അത് ആക്ട് ചെയ്യും അല്ലെ. ഏഞ്ചൽസ്, മാലാഖമാരെ കുറിച്ച്. ഓക്കെ, ഡോറ, ഏത് രീതിയിലുള്ള ആക്ടിവിറ്റീസ് അതുപോലെ കൊടുത്താലും എന്താണ് അവരത് നല്ല രീതിയിൽ അത് അഭിനയിച്ച് കാണിക്കും. ഓക്കെ, സ്പൈഡർമാൻ, ഓക്കെ, സൂപ്പർ ഹീറോസുകൾ അല്ലെ. സൂപ്പർ ഹീറോസിനൊക്കെ ആൺകുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടി ക്രൈസ് ഉള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് പ്രൊവൈഡിങ് വെറൈറ്റി ആക്ടിവിറ്റീസ്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ കുട്ടികളെ എന്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അവരുടെ ഇന്റലക്ച്വൽ അല്ലെ, അവർക്ക് വൈകാരികമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് ഇത്തരത്തിൽ ആക്ടിവിറ്റീസുകൾ കൊടുക്കുന്നത് കുഞ്ഞിന്റെ വൈകാരികത ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഏത് ഫാക്ടറിലാണ് വരുന്നത്? പോസ്റ്റ് നാച്ചുറൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. എന്തെല്ലാം? ഫിസിക്കൽ എൻവയോൺമെന്റ് വരുന്നു, സോഷ്യൽ എൻവയോൺമെന്റ് ആൻഡ് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. അപ്പോ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പാരമ്പര്യ ഘടകങ്ങളും പാരിസ്ഥിതിക ഘടകങ്ങളുമാണ് വളർച്ചയെയും വികസനത്തിനെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ. അവയ്ക്കുള്ളിൽ വരുന്ന മറ്റ് ഘടകങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? പ്രീനാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, അത് ക്ലിയർ ആണോ? ഫാക്ടേഴ്സ് എല്ലാവരും ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് അവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഒരാൾ വായിച്ചേ. ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. മോണ്ടിസോറി അക്നോളജസ്, വായിച്ചേ. Montessori acknowledges the passive nature of the child. They go through a period of absorption from the environment, and so she gives more importance to the prepared environment. At the same time, she recognizes the strong active nature of the child, allowing children the freedom to choose their own activities voluntarily. യെസ്, എന്താണ് മോണ്ടിസോറി അക്നോളജിയിൽ പറയുന്നത്? കുട്ടികളുടെ ആക്ടിവിറ്റി എങ്ങനെയായിട്ട് റിലേറ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് അതിൽ നിന്നും? ഒന്ന് വായിച്ചു നോക്കി.
മോണ്ടിസോറി എന്തിനെയാണ് കൂടുതലായിട്ട് പറയുന്നത്? കുട്ടികളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നു. യെസ്, പാസീവ് നേച്ചർ ഓഫ് ദ ചൈൽഡ് അല്ലേ? പീരീഡ് ഓഫ് അബ്സോർബേഷൻ. കുട്ടികൾ എങ്ങനെയാണ് ഓരോന്നും പഠിക്കുന്നത്? ഒബ്സർവ് ചുറ്റുപാടുമുള്ള എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും അവര് അബ്സോർബ് ചെയ്തെടുക്കുന്നു അല്ലെ? മനസ്സിലാക്കി എടുത്തുകൊണ്ടാണ് അവര് ഓരോ, അതായത് എൻവയോൺമെന്റുമായിട്ട് കൂടിച്ചേർന്ന്, പരിസ്ഥിതിയുമായി കൂടിച്ചേർന്ന് അവര് അബ്സോർബ് ചെയ്തെടുക്കുന്ന ഓരോരോ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ മോണ്ടിസോറിയിൽ പറയുന്നത് എന്താണ്? എൻവയോൺമെന്റുമായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത് എൻവയോൺമെന്റിൽ നിന്നും ഇഴക്കി ചേർന്നുകൊണ്ടുള്ള ഒരു പഠനമാണ്. കുട്ടികൾ അതിൽ കൂടി വളരണമെന്നാണ് മോണ്ടിസോറി നോളജിൽ കൂടി അവര് വ്യക്തമാക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഷീ റെക്കഗ്നൈസ്, ഷീ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഷീ ആരാണ് ഇവിടെ? മോണ്ടിസോറി. Yes. She recognized the strong active nature of the child, allowing children the freedom to choose their own activities voluntarily. എന്താണ് അവർ പറയുന്നത്? കുട്ടികളുടെ നേച്ചർ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി, ഫ്രീഡത്തോടു കൂടി തിരഞ്ഞെടുക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് സ്വയം ചെയ്യുന്നത്. യെസ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഉറച്ചു പറയണം കേട്ടോ. കോൺഫിഡന്റ് ആയിട്ട് പറയണം. തെറ്റായിക്കോട്ടെ എങ്കിലും കോൺഫിഡന്റ് ആയിട്ട് പറയണം. ഓക്കെ, എന്താണ്? ഒരു കുട്ടികളെ സ്ട്രോങ് ആൻഡ് ആക്റ്റീവ് ആയിരിക്കണം എന്നാണ് മോണ്ടിസോറി പറയുന്നത് അല്ലെ? അവരുടെ നേച്ചർ എന്ന് പറയുന്നത്, കുട്ടികളുടെ പ്രകൃതം എന്താണ്? സ്ട്രോങ് ആയിരിക്കണം, അവർ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിരിക്കണം. പിന്നെന്താണ്? അവർക്ക് അവരുടേതായ ആക്ടിവിറ്റി ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡവും ഉണ്ടായിരിക്കണം. അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം. അത് അലോ ചെയ്യണമെന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ. മൈൽസ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ്. മൈൽസ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് അതായത് നമ്മളുടെ വികസനത്തിന്റെ നാഴികക്കല്ലുകൾ അല്ലെ? എന്തെല്ലാമാണ് ഒരു വികസനത്തിന്, വ്യക്തി വികസനത്തിന് ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് നമ്മുടെ ലൈഫിന്റെ? മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നാഴികക്കല്ലുകൾ അല്ലെ? വികസനത്തിന്റെ നാഴികക്കല്ലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാണുന്നുണ്ടല്ലോ നിങ്ങൾ PDF? ഫസ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? പീരീഡ് ഓഫ് ഓവം. പീരീഡ് ഓഫ് ഓവം എന്താണ്? അണ്ടത്തിന്റെ കാലയളവ് അല്ലെ? അണ്ടത്തിന്റെ കാലയളവ്, പീരീഡ് ഓഫ് ഓവം. കാലയളവ് എങ്ങനെയാണ്? കൺസെപ്ഷൻ ടു ദ സെക്കൻഡ് വീക്ക്. കൺസെപ്ഷൻ ടു ദ സെക്കൻഡ് വീക്ക് എന്താണ്? കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസെപ്ഷൻ ഗർഭധാരണം. ഗർഭധാരണം. ഗർഭധാരണത്തിന്റെ സെക്കൻഡ് വീക്ക് ആണ് അല്ലെ? അണ്ടത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് എന്താണ്? ഗർഭധാരണത്തിന്റെ സെക്കൻഡ് വീക്ക്. പീരീഡ് ഓഫ് എംബ്രിയോ. പീരീഡ് ഓഫ് എംബ്രിയോ എന്താണ്? എംബ്രിയോ ഭ്രൂണത്തിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടമാണ്? സെക്കൻഡ് ടു ദി 8th. അതായത് രണ്ടാഴ്ച മുതല് 8th വീക്ക്. 8th വീക്ക് വരെ, രണ്ടാമത്തെ സെക്കൻഡ് വീക്ക് മുതൽ 8ാമത്തെ വീക്ക് വരെയുള്ള കാലയളവാണ് എന്ത്? ഭ്രൂണത്തിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് എന്താണ്? ഗർഭധാരണത്തിന്റെ സെക്കൻഡ് വീക്ക്. പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത് സെക്കൻഡ് വീക്ക് മുതൽ 8ാമത്തെ ആഴ്ച വരെ. ഓക്കെ, then tries to hold up the head steady. എന്താണ്? tries to hold up the head steady. എന്താണ് ഹെഡ് സ്റ്റഡി എന്ന് പറഞ്ഞാല്? തല ഉറക്കണം ആ ടൈം. കുട്ടിയുടെ തല ഉറയ്ക്കുന്ന, അതായത് തല ഓർഗൻസ് ഒക്കെ കറക്റ്റ് ആവുന്ന ആ ഒരു പൊസിഷന്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് എന്താണ്? 8th month മുതൽ അൺടിൽ ദ ബർത്ത് വരെ അല്ലെ? ജനനം മുതൽ 8 മാസം വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് എന്താ? കുഞ്ഞിന്റെ തലയുറക്കുന്നത്, സ്റ്റഡി ആവുന്നത് അല്ലെ? അല്ലേ? Yes. Yes. Then
എപ്പോഴാണ് കുഞ്ഞിരിക്കുന്നത്? സിറ്റിംഗ്. കുഞ്ഞെന്നാണ് ഇരിക്കുന്നത്? 2 to 5 months. 2 മാസം മുതൽ 5 മാസം വരെയുള്ള കാലയളവിലാണ് കുഞ്ഞ് ഇരിക്കാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പൊ കുഞ്ഞ് എപ്പോഴാണ് കമഴ്ന്നു വീഴുന്നത്? കമഴ്ന്നു കിടക്കുന്നത് എപ്പോഴാണ്? 5 months to 8 months. 5 months to 8 ആണ്. 4 monthsല് കമഴ്ന്നു വീഴില്ലേ? 4 monthsല് കമഴ്ന്നു. ചില കുട്ടികളില് 3 മാസത്തിലും കമഴ്ന്നു വീഴും. ഓക്കെ. Then crawling. എന്താണ് crawling? ഇഴഞ്ഞു നടക്കണം. ഇഴഞ്ഞു നടക്കുന്ന ഒരു കാലയളവ്. ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ്? 5 to 8 months. 5 to 8 months വരെയാണ് കുഞ്ഞ് ഇഴയാൻ ശ്രമിക്കുന്ന കാലഘട്ടം. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേറ്റസ് നോക്കി നോക്കി വരാട്ടോ. ആദ്യം എന്താണ്? കുഞ്ഞിന്റെ തല ഉറച്ചു. 8 മാസം മുതൽ കുഞ്ഞിന്റെ തല ഉറച്ചു തുടങ്ങി. ദെൻ അതിനുശേഷം എന്താണ്? ഇരിക്കാൻ തുടങ്ങി. ദെൻ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. 5-ാം മാസം മുതൽ 8-ാം മാസം വരെ കുഞ്ഞ് ഇഴയാനായിട്ട് ആരംഭിച്ചു. ഇനി സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട്. സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് എന്താണ്? കുഞ്ഞ് പിടിച്ചു നിൽക്കുന്ന ഒരാളുടെ നടക്കാൻ തുടങ്ങുന്നത്. എന്താണ്? സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുഞ്ഞ് പിടിച്ച് നടക്കാൻ തുടങ്ങിയ സമയം. കുഞ്ഞെ പിടിച്ചു നിൽക്കാൻ തുടങ്ങിയ സമയം. ആ ഒരു കാലയളവ് 8 മാസം മുതൽ 12 മാസം വരെയാണ്. 12-ാമത്തെ മാസം വരെയാണ് കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് തുടങ്ങുന്നത്. പിടിച്ചു നിൽക്കും അല്ലെ? വിത്ത് സപ്പോർട്ട്. പിടിച്ചു നിൽക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കും. പക്ഷെ എന്താണ്? ഇരിക്കും. പക്ഷെ എന്താണ്? പയ്യെ പയ്യെ ഇങ്ങനെ പിടിച്ചു നിന്ന് തുടങ്ങും. എന്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? കുഞ്ഞ് നടക്കാനായിട്ട് ആരംഭിക്കാൻ പോവാണ്. യെസ്. ദെൻ വാക്കിംഗ്. കുഞ്ഞ് നടക്കാൻ ആരംഭിക്കുന്ന സമയം 11-ാം മാസം മുതൽ 14-ാം മാസം വരെ കുഞ്ഞ് നടക്കുന്ന ഒരു പീരീഡ് ആണ് അല്ലെ? ആ ഒരു കാലയളവാണ് 11-ാം മാസം മുതൽ 14-ാം മാസം വരെ. സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് ക്യാൻ ക്ലൈംബ് സ്റ്റെയർസ്. സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് ക്യാൻ ക്ലൈംബ് സ്റ്റെയർസ്. എന്താണ്? പിടിച്ചു നിൽക്കാൻ തുടങ്ങി. പിന്നെ സ്റ്റെപ്പൊക്കെ കയറാൻ ശ്രമിക്കുന്നു. മുകളിലേക്കൊക്കെ പിടിച്ചു കയറാനായിട്ട് സ്റ്റെയർസ് ഒക്കെ കയറാനായിട്ടുള്ള ആരംഭിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് എന്താണ്? 13-ാം മാസം മുതൽ 15-ാം മാസം കുഞ്ഞ് പിടിച്ച് നടക്കുവാനും അതുപോലെ സ്റ്റെയർസ് ഒക്കെ കയറാനായിട്ടും ആരംഭിക്കുന്ന ഒരു കാലയളവ്. റണ്ണിങ്. കുഞ്ഞ് ഓടി തുടങ്ങുന്നത് എപ്പോഴാണ്? ഓടാൻ തുടങ്ങും. 15th month to 18-ാം മാസം. 15-ാം മാസം മുതൽ 18-ാം മാസം വരെയാണ്. ആ ഒരു കാലയളവിലാണ് കുഞ്ഞ് ഓടാനായിട്ട് ആരംഭിക്കുന്നത്. ഓക്കെ. ഒന്ന് നോക്കിയേ. മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ്. നമ്മുടെ നമ്മൾ ഓരോ ഘട്ടത്തിലും എന്താണ്? വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ആ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മള് ജനനം തുടങ്ങുന്നതിന് മുതൽ അവസാനം ഒരു എഴുന്നേറ്റ് നടക്കുന്ന അല്ലെങ്കിൽ ഓടുന്ന ഒരു കാലഘട്ടം വരെയുള്ള ഒരു പീരീഡാണ് ആ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെ കാലയളവിൽ കൂടിയാണ് കടന്നു പോയിരിക്കുന്നത് മനസ്സിലായില്ലേ? ഓക്കെ. നമ്മളെല്ലാവരും തന്നെ ഈ ഒരു സ്റ്റേജിൽ കൂടി കടന്നു വന്നവരാണ്. ഓക്കെ. ഇനി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമ്മുടെ കുഞ്ഞിനെ വെച്ചിട്ട് നമ്മളത് എന്താണ് നോക്കിക്കാണുക. അവരുടെ വളർച്ചയെ നോക്കിക്കാണുക. ഓക്കെ. ഇനി ലൈഫ്. നമ്മളുടെ എല്ലാവരുടെയും ലൈഫ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? എവിടെ നിന്നാണ്? ചെറിയൊരു കോശത്തിൽ. സ്പേമിൽ നിന്ന്. വെരി ഗുഡ് അല്ലെ? നമ്മളെല്ലാവരും തന്നെ ഒരു സ്പേമിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നവരാണ് അല്ലെ? പൊട്ടിമുളയ്ക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും തന്നെ. ഓക്കെ. ഇനി ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നമ്മളെല്ലാം ഉണ്ടായത്? നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. നമുക്ക് ഈ ഭാഗത്തത് വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഒരു ഫെർട്ടിലൈസേഷൻ പീരീഡ് അല്ലെ? ഫെർട്ടിലൈസേഷൻ പീരീഡിലാണ് എന്തുണ്ടാവുന്നത്? കുഞ്ഞ് ജനിക്കുന്നത്. ഓക്കെ.
Life begins at conception when a person's cell from the father fertilizes with an egg from the mother to form a single cell called എന്താണ് സൈഗോട്ട്. സൈഗോട്ട് എന്താണ് സൈഗോട്ട് എന്ന് പറഞ്ഞാല് സിക്താണ്ഡം അല്ലെ. എല്ലാ മനുഷ്യരും ഒരു സിക്താണ്ഡത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് അച്ഛന്റെ ബീജവും അമ്മയുടെ അണ്ടാശയും കൂടി ചേർന്നിട്ട് അല്ലെ, എക്സിൽ നിന്നുമാണ് ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായത്, ഒരു സിക്താണ്ഡം അല്ലെങ്കിൽ ഒരു സൈഗോട്ട് രൂപപ്പെടുന്നത്. ഓക്കെ. The zygote, which is a fertilized cell. Zygote എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രത്യുൽപാദനമായിട്ടൊരു സെല്ലാണ് അല്ലെ. അതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്, 46 ക്രോമസോംസുകളാണ് ഉൾപ്പെടുന്നത്. 46 ക്രോമസോംസുകളാണ് ഒരു സൈഗോട്ടിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഈ സൈഗോട്ടിലെ ഈ 46 ക്രോമസോമുകൾ എങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്, എങ്ങനെയായിരിക്കാം രൂപം കൊണ്ടിരിക്കുന്നത്? അതായത് സ്ത്രീകളില് 23 ക്രോമസോമും പുരുഷന്മാരിലും എന്തുണ്ട്, 23 ക്രോമസോംസുകളും ഉണ്ട്. ഇവ തമ്മില് യോജിക്കുന്നു അല്ലെ. ഇവ തമ്മില് കൂടി യോജിക്കുന്ന സമയത്താണ് അത് 46 ക്രോമസോംസുകളായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ. സ്ത്രീകളിലും പുരുഷന്മാരിലും എത്ര ക്രോമസോംസുകളാണ് ഉള്ളത്? 33. ചേരുമ്പോൾ 46 ക്രോമസോംസുകൾ രൂപപ്പെടുന്നു. ഓക്കെ. ഇനി ഈ 46 ക്രോമസോമിൽ നിന്ന് എന്തുണ്ടാകുന്നു? ജീൻസ്. Yes, hundreds of invisible particles called genes. ഇപ്പൊ തമ്മിൽ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ജീനുകൾ ഫോം ചെയ്യുന്നത്. ജീനുകളുടെ പിക്ചർ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ജീനുകളുടെ പിക്ചർ ഒരു കോണി പോലെ കണ്ടിട്ടില്ലേ? സ്റ്റെയർ പോലത്തെ കോണിപ്പടി പോലെ ഇരിക്കും അല്ലെ. ഓക്കെ. അങ്ങനത്തെ എന്താണ് ജീനുകൾ രൂപപ്പെടുന്നു. ഈ ജീനാണ് എന്ത് നിർണ്ണയിക്കുന്നത്, നമ്മളുടെ these genes control hereditary traits. നമ്മളുടെ പാരമ്പര്യം നിർണ്ണയിക്കുന്നത് ഈ ജീനുകളാണ്. എന്താണ്, അമ്മയുടെ അച്ഛന്റെയും 23 ക്രോമസോമുകൾ കൂടി ചേർന്നതാണ് 46 ക്രോമസോമുകളാകുന്നു. ഇവയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്, ജീൻസുകള്, ഒരുപാട് ജീൻസുകള് രൂപപ്പെടുന്നു. അമ്മയിൽ നിന്ന് the mother contributes 23x chromosome. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ടീച്ചർ ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. ഈ ഒരു പാരാഗ്രാഫ് കഴിയട്ടെ കേട്ടോ. എന്താണ്, അമ്മയിൽ നിന്ന് എക്സ് ക്രോമസോംസും കേൾക്കുന്നുണ്ടോ? അമ്മയിൽ നിന്ന് എക്സ് ക്രോമസോമും ആൻഡ് ഫാദർ കോൺട്രിബ്യൂട്ട്സ് ഐദർ 23x ക്രോമസോം. അതായത് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ക്രോമസോമുകള് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയാണ്? അതായത് നമ്മൾ സ്ത്രീകൾക്ക് എത്ര തരത്തിലുള്ള ക്രോമസോമുകളാണ് ഉള്ളത്? 23 ഉണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം തന്നെ എന്താണ്, നമുക്കുള്ളത് അല്ലെ. XS ക്രോമസോമുകളാണ് സ്ത്രീകളിലുള്ളത്. പുരുഷന്മാരിലോ XY അല്ലെ. എക്സും Y ക്രോമസോമുകളാണ് പുരുഷന്മാരിലുള്ളത്. അപ്പോ എക്സും എക്സും കൂടി ചേർന്നാൽ ഏത് കുട്ടിയാണ് ഉണ്ടാകുന്നത്? എക്സ് കൂടി ചേർന്നാല് എക്സ് മാത്രമേ ഉള്ളൂ അല്ലേ, നമ്മളിൽ എക്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ നിന്ന് ഒരു വൈ വന്നാൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, ബോയ് ആവുന്നത്. ഒരു ആൺകുട്ടി ജനിക്കുന്നത്. സ്ത്രീകളില് എക്സും എക്സും കൂടി ചേരുമ്പോൾ എന്തുണ്ടാകുന്നു, ഗേൾ ചൈൽഡ് ഉണ്ടാകുന്നു. പുരുഷന്മാരുടെ എക്സും വൈയും ഉള്ളത്. അപ്പൊ എക്സും വൈയും കൂടി, നമ്മളുടെ ഒരു എക്സും ഒന്നില്ലെങ്കിൽ അവരുടെ ഒരു എക്സും വരുവാണെങ്കിൽ എന്തായിരിക്കും, ബോയ് ആവും, ഗേൾ ആയിരിക്കും. അവരുടെ വൈ ചേർന്നാൽ മാത്രമേ നമ്മളില്
ആൺകുഞ്ഞ് ജനിക്കുകയുള്ളൂ കേട്ടോ. എക്സും വൈയും കൂടി വരുമ്പോഴാണ് ആൺകുഞ്ഞ് ജനിക്കുന്നത്. എക്സും എക്സും ആവുമ്പോഴാണ് എന്താ ഗേൾ ചൈൽഡ് ജനിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? ഓക്കെ അപ്പൊ തന്നെയാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. കൺഫ്യൂഷൻ ആവേണ്ട. X chromosomes and Y chromosomes, the XY chromosome determine the XY chromosome determine the sex of the child. അപ്പൊ XY chromosome ആണ് എന്ത് നിർണ്ണയിക്കുന്നത്? എന്ത് നിർണ്ണയിക്കുന്നത്? ആണാണോ പെണ്ണാണോ നിർണ്ണയിക്കുന്നത് XY ക്രോമസോമുകളാണ്. If the father contributes 23 X chromosome, the child will be ആരാകും? Female ആണ്. ഫീമെയിൽ. Then if it's 22 and X and 1 Y chromosome, the child will be a male. ബോയ്. ബോയ് ആകുന്നു. എക്സും വൈയും കൂടി ചേരുമ്പോൾ ബോയും എക്സും എക്സും കൂടി ചേരുമ്പോഴാണ് എന്ത്? പെൺകുഞ്ഞ്. ഗേൾ. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, നിങ്ങളതൊന്ന് നോട്ട് ചെയ്തെടുത്തോട്ടോ. കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. മലയാളത്തിൽ എഴുതിയെടുത്താൽ മതി. പുംബീജവും അണ്ഡവുമായി ചേരുന്ന പ്രക്രിയ. പുംബീജവും അണ്ഡവുമായി ചേരുന്ന പ്രക്രിയയാണ് എന്താ? ഫെർട്ടിലൈസേഷൻ അഥവാ പ്രത്യുൽപാദനം. പുംബീജവും അണ്ഡവുമായി ചേരുന്ന പ്രക്രിയയാണ് ഫെർട്ടിലൈസേഷൻ അഥവാ പ്രത്യുൽപാദനം. ഓക്കെ, എഴുതിയോ? ഇനി നെക്സ്റ്റ് പോയിന്റ്, ബീജസംയോഗത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കോശമാണ് സൈഗോട്ട് അഥവാ സിക്താണ്ഡം. ബീജസംയോഗത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കോശമാണ് സിക്താണ്ഡം അഥവാ സൈഗോട്ട്. ബീജസംയോഗത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കോശമാണ് സിക്താണ്ഡം അഥവാ സൈഗോട്ട്. ഓക്കെ, സൈഗോട്ടിൽ എത്ര ക്രോമസോമുകളാണ് അടങ്ങിയിരിക്കുന്നത്? 46 ക്രോമസോം. സൈഗോട്ടില് 46 ക്രോമസോമുകളാണ് ഉള്ളത്. സൈഗോട്ടില് 46 ക്രോമസോമുകളാണ് ഉള്ളത്. സ്ത്രീകളിൽ XX ക്രോമസോമുകൾ. സ്ത്രീകളിൽ XX ക്രോമസോമുകൾ. പുരുഷന്മാരിൽ XY ക്രോമസോമുകൾ. പുരുഷന്മാരിൽ XY ക്രോമസോമുകൾ. എഴുതിയോ? ഒന്നുകൂടി പറയോ മിസ്? സൈഗോട്ടിൽ എത്രയാണ്? 46 ക്രോമസോമും. സ്ത്രീകളിൽ XX ക്രോമസോം. പുരുഷന്മാരില് XY ക്രോമസോം. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതിയെടുത്താൽ മതി കേട്ടോ. ആ വേർഡ്സ് അതുപോലെ ഉണ്ടെന്ന് എഴുതൊന്നും വേണ്ട. അണ്ഡങ്ങളിലെ ലിംഗ ക്രോമസോമുകളാണ് ഏത്? എക്സ് കേട്ടോ. അണ്ഡങ്ങളിലെ ലിംഗ ക്രോമസോമുകൾ എക്സ്. അണ്ഡങ്ങളിലെ ലിംഗ ക്രോമസോമുകൾ എക്സ്. പുംബീജങ്ങളില് എക്സ് ഓർ വൈ. പുംബീജങ്ങളിൽ അഥവാ സ്പേമുകളിൽ എന്താണ്? എക്സ് ഓർ വൈ. ഒന്നുകൂടെ പറയോ? അണ്ഡങ്ങളിലെ ലിംഗ ക്രോമസോമുകൾ എത്രയാണ്? അണ്ഡം എന്ന് പറഞ്ഞാൽ സ്ത്രീകളിലെ എക്സ് ആണ്. ഇനി പുംബീജങ്ങളില് എക്സ് ഓർ വൈ.
ഫസ്റ്റ് ഒന്നുകൂടി പറയാനോ? പുംബീജം അണ്ഡവുമായി ചേരുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. പുംബീജവും അണ്ഡവുമായി ചേരുന്ന പ്രക്രിയയാണ് ഫെർട്ടിലൈസേഷൻ അഥവാ പ്രത്യുൽപാദനം. ബീജസംയോഗത്തിന്റെ ഫലമായി ഉണ്ടാവുന്ന കോശമാണ് സിക്താണ്ഡം അഥവാ സൈഗോട്ട്. ഓക്കെ, ഇനി ഭ്രൂണം പറ്റിച്ചേർന്ന് വളരുന്ന ഗർഭാശയപാളി. ഭ്രൂണം പറ്റിച്ചേർന്ന് വളരുന്ന ഗർഭാശയപാളി ഏതാണ്? എൻഡോമെട്രിയം. ഭ്രൂണം പറ്റിച്ചേർന്ന് വളരുന്ന, നെക്സ്റ്റ് ഭാഗം നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. പീരീഡ് ഓഫ് ഓവം ആണ് നോക്കാൻ പോകുന്നത്. ഭ്രൂണം പറ്റിച്ചേർന്ന് വളരുന്ന ഗർഭാശയപാളിയാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം. ENDOMETRIUM. എൻഡോമെട്രിയം. ENDOMETRIUM. എൻഡോമെട്രിയം. ഭ്രൂണം പറ്റിച്ചേർന്ന് വളരുന്ന ഗർഭാശയപാളിയാണ് എന്ത്? എൻഡോമെട്രിയം എന്ന് പറയുന്നത്. മിസ് സ്പെല്ലിംഗ് ഒന്നും കൂടെ പറയോ? ENDOMETRIUM. എൻഡോമെട്രിയം. ഇനി ഭ്രൂണം എൻഡോമെട്രിയത്തിൽ നിന്ന് പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലസന്റ. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ നിന്ന് പറ്റിപ്പിടിച്ച് വളരുന്ന ഭാഗമാണ് പ്ലസന്റ. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ നിന്ന് പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലസന്റ. PLACENTA. പ്ലസന്റ. PLACENTA. പ്ലസന്റ. ഒന്നും കൂടെ പോയിന്റ് പറയോ? ഭ്രൂണം എൻഡോമെട്രിയത്തിൽ നിന്ന് പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലസന്റ. ഭ്രൂണത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ, ഭ്രൂണത്തിന് ആവശ്യമായ ഓക്സിജൻ, പോഷക ഘടകങ്ങൾ എന്നിവ ലഭിക്കുന്നത് പ്ലസന്റയിലൂടെയാണ്. ഭ്രൂണത്തിന് ആവശ്യമായ ഓക്സിജൻ, പോഷക ഘടകങ്ങൾ എന്നിവ ലഭിക്കുന്നത് പ്ലസന്റയിലൂടെയാണ്. ഭ്രൂണത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷകങ്ങളും എന്നിവ ലഭിക്കുന്നത് ഏതിൽ കൂടിയാണ്? പ്ലസന്റയിലൂടെയാണ്. ഓക്കെ, പ്ലസന്റയിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോണുകളാണ് ഏതൊക്കെയാണ്? ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. മലയാളത്തിൽ എഴുതിയെടുത്താലും മതി കേട്ടോ. ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. പ്ലസന്റ ഹോർമോണുകളാണ് ഏതൊക്കെയാണ്? ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. എഴുതുന്നുണ്ടോ? നിങ്ങൾ എഴുതുന്നുണ്ടോ? പ്ലസന്റ ഹോർമോണിന്റെ പേരാണ് എന്താ? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. മിസ് അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാവോ? പ്രൊജസ്റ്റോൺ. ഒരു സെക്കൻഡ്.
രണ്ട് ഹോർമോൺസും കൂടി ആഡ് ചെയ്ത് എഴുതണം കേട്ടോ. HCG ആൻഡ് HPL. സ്പെല്ലിംഗ് പറയാം. HCG ആൻഡ് HPL. HCG ആൻഡ് HPL. ഒന്നുകൂടെ പറഞ്ഞേ. പ്ലസന്റ ഹോർമോൺസിൽ ഉൾപ്പെടുന്ന മറ്റ് രണ്ട് ഹോർമോൺസുകളാണ് HCG ആൻഡ് HPL. HCG ആൻഡ് HPL. അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഡീറ്റെയിൽസ് ഹോർമോൺസിന്റെ പറഞ്ഞു തരാം. പ്രൊജസ്ട്രോൺ എഴുതിയ PROJESTORNE. പ്രൊജസ്ട്രോൺ. PROJESTRONE. പ്രൊജസ്ട്രോൺ. ESTROGEN. ഈസ്ട്രജൻ. എഴുതിയോ? വേഗം എഴുത്, പെട്ടപ്പെട്ടെന്നങ്ങ് എഴുത്. ഗർഭസ്ഥ ശിശുവിനെ പ്ലസന്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. രണ്ടാമതൊന്നുകൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഗർഭസ്ഥ ശിശുവിനെ പ്ലസന്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് എന്ത്? ആംബ്ലിക്കൽ കോഡ് അഥവാ പൊക്കിൾക്കൊടി. ഗർഭസ്ഥ ശിശുവിനെ പ്ലസന്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പൊക്കിൾക്കൊടി. ഗർഭസ്ഥ ശിശുവിനെ പ്ലസന്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പൊക്കിൾക്കൊടി. ടീച്ചർ, പൊക്കിൾക്കൊടിയുടെ ഇംഗ്ലീഷ് എന്താണ്? ആംബ്ലിക്കൽ കോഡ്. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുതരോ? UMBLICALCORD. ആംബ്ലിക്കൽ കോഡ്. ഇനി കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിന്റെ ഇരട്ട സ്തരമാണ് അമ്നിയോൺ. കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിന്റെ ഇരട്ട സ്തരമാണ് അമ്നിയോൺ. AMNION. അമ്നിയോൺ. കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിന്റെ ഇരട്ട സ്തരമാണ് അമ്നിയോൺ. AMNION. അമ്നിയോൺ. അമ്നിയോണിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകമാണ് എന്ത്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അമ്നിയോണിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകമാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. AMNITOIC. അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. FLUID. ഒന്നും കൂടെ സ്പെല്ലിംഗ് പറയാമോ? അമ്നിയോൺ ആണോ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണോ? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. AMNITIOCNIOTIC. FLUID. അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. മനുഷ്യ ശരീരത്തിന്റെ ഗർഭകാലം ഏത് പീരീഡ് ആണ്? മനുഷ്യ ശരീരത്തിന്റെ ഗർഭകാലമായ കാലാവധി. ഗർഭകാല കാലാവധി. മനുഷ്യ ശരീരത്തിലെ ഗർഭകാല കാലാവധി 270 ദിവസം മുതൽ 280 ദിവസങ്ങൾ വരെ. മനുഷ്യനിലെ
ശരാശരി ഗർഭകാലാവധി 270 മുതൽ 280 ദിവസങ്ങൾ. 270, 280 ദിവസങ്ങൾ. ഇരുന്നൂറ്റി 250 മുതൽ 280 അല്ലേ മിസ്സേ? എന്തോ? ഡേയ്സ് ഒന്നും കൂടെ പറയാവോ? 250 to 280. അങ്ങനെയല്ലേ പറഞ്ഞത്? മാറിയോ? ഞാൻ കേട്ടത് 280 2 തവണ കേട്ടെ. അല്ല അല്ല അല്ല. പ്രസവ സമയത്തെ ഗർഭാശയ ഭിത്തിയുടെ സങ്കോചത്തിന് കാരണമാകുന്ന ഹോർമോൺ. പ്രസവ സമയത്തെ ഗർഭാശയ ഭിത്തിയുടെ സങ്കോചത്തിന് കാരണമാകുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. ഗർഭാശയ സമയത്തെ മിസ് ഒന്നുകൂടെ പറയുവോ? പ്രസവ സമയത്തെ ഗർഭാശയ ഭിത്തിയുടെ സങ്കോചത്തിന് കാരണമാകുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. OXYTOCIN. OXYTOCIN. ഓക്സിറ്റോസിൻ. പ്രസവ സമയത്തെ ഗർഭാശയ ഭിത്തിയുടെ സങ്കോചത്തിന് കാരണമാകുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. എഴുതിയെടുത്തു എല്ലാവരും? യെസ്. ഒന്നുകൂടി വായിക്കണോ അത് എഴുതിയതെല്ലാനും? ഒന്നുകൂടെ പറയണം മിസ്സേ. ഒന്നാമത്തേത്, പുംബീജം അണ്ഡവുമായി ചേരുന്ന പ്രക്രിയയാണ് ഫെർട്ടിലൈസേഷൻ അഥവാ പ്രത്യുൽപാദനം. പുംബീജവും അണ്ഡവുമായി ചേരുന്ന പ്രക്രിയയാണ് ഫെർട്ടിലൈസേഷൻ. ബീജ സംയോഗത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കോശമാണ് സൈഗോട്ട് അഥവാ സിക്താണ്ഡം. ബീജ സംയോഗത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കോശമാണ് സിക്താണ്ഡം അഥവാ സൈഗോട്ട്. സൈഗോട്ടില് 46 ക്രോമസോംസുകളുണ്ട്. സിക്താണ്ഡത്തില് 46 ക്രോമസോംസുകളുണ്ട്. സ്ത്രീകളിൽ XX ക്രോമസോമും പുരുഷന്മാരിൽ XY ക്രോമസോംസുമാണ് ഉള്ളത്. സ്ത്രീകളിൽ XXും പുരുഷന്മാരിൽ XYയും. അണ്ഡങ്ങളിലെ ലിംഗ ക്രോമസോമുകൾ X, പുംബീജങ്ങളിലത് X or Y. ഭ്രൂണം പറ്റിച്ചേർന്ന് വളരുന്ന ഗർഭാശയ പാളി എൻഡോമെട്രിയം. ഭ്രൂണം പറ്റിച്ചേർന്ന് വളരുന്ന ഗർഭാശയ പാളി എൻഡോമെട്രിയം. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗം പ്ലസെന്റ. ഭ്രൂണം എൻഡോമെട്രിയത്തില് പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗം പ്ലസെന്റ. ഭ്രൂണത്തിന് ആവശ്യമായ ഓക്സിജൻ, പോഷകങ്ങൾ എന്നിവ ലഭിക്കുന്നത് പ്ലസെന്റയിലൂടെയാണ്. ഭ്രൂണത്തിന് ആവശ്യമായ ഓക്സിജൻ, പോഷക ഘടകങ്ങൾ എന്നിവ ലഭിക്കുന്നത് പ്ലസെന്റയിലൂടെയാണ്. പ്ലസെന്റ ഹോർമോൺസുകളാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, HCG ആൻഡ് HPL. ഗർഭസ്ഥ ശിശുവിനെ പ്ലസെന്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം പൊക്കിൾ കൊടി അഥവാ അംബ്ലിക്കൽ കോഡ്. ഗർഭസ്ഥ ശിശുവിനെ പ്ലസെന്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം പൊക്കിൾ കൊടി അഥവാ അംബ്ലിക്കൽ കോഡ്.
കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിന്റെ ഇരട്ട സ്ഥലമാണ് അമ്നിയോൺ. കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിന്റെ ഇരട്ട സ്ഥലമാണ് അമ്നിയോൺ. അതിലടങ്ങിയിരിക്കുന്ന ദ്രാവകമാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. മനുഷ്യനിലെ ശരാശരി ഗർഭകാലാവധി 250 ദിവസം മുതൽ 280 ദിവസം വരെ. പ്രസവ സമയത്തെ ഗർഭാശയ ഭിത്തിയുടെ സങ്കോചത്തിന് കാരണമാകുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. പ്രസവ സമയത്തെ ഗർഭാശയ ഭിത്തിയുടെ സങ്കോചത്തിന് കാരണമാകുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. എല്ലാവരും എഴുതിയെടുത്തോ കൃത്യമായിട്ട്? യെസ്. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നതെല്ലാം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ആക്ടിവിറ്റി തരാം. എന്ത് ആക്ടിവിറ്റിയാണ് വരേണ്ടത്? ഏതെങ്കിലും ആക്ടിവിറ്റി നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തായിരുന്നോ? ആക്ഷൻ സോങ് ചെയ്തിരുന്നു. വേറെ അതല്ല, നമ്മുടെ ചാപ്റ്ററുമായി ബേസ്ഡ് ആയിട്ടുള്ള ചെയ്തില്ല. ഫിലോസഫിന്റെ ഒരു ഡെഫിനിഷൻ എഴുതാൻ. ഓക്കെ, നമുക്ക് ഈ ഫെർട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ചെയ്താലോ? ഓക്കെ മിസ്. അതായത് ആ ഫെർട്ടിലൈസേഷന്റെ പിക്ചർ ഇല്ലേ, ഫെർട്ടിലൈസേഷൻ പീരീഡിന്റെ പിക്ചർ, അതായത് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങള് പ്ലസെന്റ, യൂട്രസ്, അമ്നിയോൺ, അമ്നിയോട്ടിക് ദ്രവമായിട്ട് ബന്ധപ്പെടുന്ന ആ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ട്. ഫെർട്ടിലൈസേഷൻ ഗൂഗിളിൽ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അത് എന്താണ്, ഒന്നില്ലെങ്കിൽ അതൊന്ന് നമ്മുടെ ആക്ടിവിറ്റി ബുക്കിലേക്ക് ഒന്നിൽ വരയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രിന്റ് എടുത്ത് ഒപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഓരോന്നും അടയാളപ്പെടുത്തുക. മനസ്സിലായോ? മിസ് ഏത് പിക്കാണ്? അതായത് നമ്മുടെ യൂട്രസിന്റെ പിക്ചർ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല. ഹ്യൂമൻ ഫെർട്ടിലൈസേഷൻ പീരീഡ് ഒരു ഇമേജസ് ഓഫ് ഇപ്പൊ നിങ്ങൾക്ക് തന്നാല് ബുദ്ധിമുട്ടാവോ ചെയ്യാൻ? അല്ല മിസ്, പിക്ചർ കാണിച്ച് തന്നിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ പലരും പല ഇതല്ലേ. മനസ്സിലായി മനസ്സിലായി. നമുക്കത് ബാക്കി പോർഷൻസ് എടുത്തതിന് ശേഷം ലാസ്റ്റ് ഈ ആക്ടിവിറ്റി തരാം, അതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റേറ്റസുകൾ മനസ്സിലാവും. ഓക്കെ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്ക് പീരീഡ് ഓഫ് ദ ഫോഴ്സസിന്റെ ഒക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ. താങ്ക് യു. താങ്ക് യു. ഇനി നമ്മള് ട്യൂസ്ഡേ അല്ലേ കാണുന്നത്? ട്യൂസ്ഡേ. ഓക്കെ, താങ്ക് യു. ഇപ്പോ എടുത്ത ഭാഗങ്ങൾ നന്നായി വായിച്ചു നോക്കണം കേട്ടോ, വെറുതെ വെച്ചിട്ട് പോകരുത്. ചൈൽഡ് ഡെവലപ്മെന്റ് തുടങ്ങി ഇപ്പൊ എവിടം വരെ എടുത്ത് അവിടെ വരെ നന്നായി വായിക്കാം. കുറച്ച് ഭാഗം കൂടി ഉള്ളത് ഇനി ചാപ്റ്റർ തീരും. ഓക്കെ, താങ്ക് യു.